ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് മുളകിട്ട് വെക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ചെമ്മീനെല്ലാം നമ്മൾ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുന്നത് തന്നെയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് കറിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ എരിവിനനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതെല്ലാം കൂടി ഇട്ട് ഈ മുളകിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി കറി നല്ല തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിള വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീനെല്ലാം വെന്ത് കറി നല്ല പാകമായി കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം.